Hey guys, this is me Shiva. You are watching TV Motomotives YouTube channel. അപ്പോൾ ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ടപോലെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോട്ടയം ടി വി എസിലേക്കാണ്. ആൻഡ് ഇന്ന് ടി വി അപ്പാഷെ ഓണേഴ്സ് റൈഡേഴ്സ് ഗ്രൂപ്പിൻ്റെ ഒരു റൈഡുണ്ട് തണ്ണീർമുക്കം. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ആക്സിഡൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ ഇന്നലെയാണ് വണ്ടി കിട്ടുന്ന വ്ളോഗ് ഞാൻ എടുത്തത്. ആൻഡ് ഇന്ന് നമ്മൾ പരിപാടി എന്നാണ്, ഇന്ന് മുതൽ റൈഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പഴയ മോട്ടോ വ്ളോഗിങ് ഫീൽഡിലോട്ട് നമ്മൾ വരും. സോ ഇവിടുന്ന് ഷോറൂം ഏകദേശം ഒരു അരമണിക്കൂറത്തെ ദൂരമേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ ഇനി ഷോറൂമിലോട്ട് പോകും. 8 മണിയാണ് റിപ്പോർട്ടിങ് ടൈം. നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി, കാരണം വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മഴയുണ്ടായിരുന്നു രാവിലെ, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ശരി, സേഫായിട്ട് വണ്ടി ഓടിക്കുക, കോ റൈഡേഴ്സിനെ റെസ്പെക്ട് ചെയ്ത് വണ്ടി ഓടിക്കുക, ഞാൻ അത്ര പറയത്തുള്ളൂ. സോ നമുക്കപ്പം ഇനി ഷോറൂമിൽ പോയിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മീറ്റിങ്ങും പരിപാടീസും കഴിഞ്ഞു. വണ്ടി അത്യാവശ്യം ഒരു 20-22 വണ്ടികളും ഉണ്ട്. എന്നാ പറയണ്ട, ഒരു ആധാർ ഉണ്ട്. ശരിക്കും പറഞ്ഞത് ഷോറൂമിന് മീഡിയ ബൈക്കാണെന്ന് പറഞ്ഞാൽ സംഭവം കണ്ടല്ലോ, നമ്മുടെ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയായിട്ടത്. ആൻഡ് ഒരു വേറെ ആധാർ ഇരിപ്പുണ്ട്, അവിടെ ബ്ലാക്ക് പാൻറ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ വണ്ടി. ആൻഡ് നമ്മുടെ വണ്ടി അങ്ങേറ്റത്തിന് 2 ഇരിപ്പുണ്ട് കേട്ടോ. മാക്സിമം കുറേ RTR 200 ഉണ്ട്, 160s ഒരു 5-6 വന്നിട്ടുണ്ട്. നമ്മുടെ എന്നാ പറയുക, നമ്മുടെ മെയിൻ താരം 150. ഇതാണ് എൻ്റെ ആദ്യത്തെ ക്രഷ് എന്ന് പറയുന്നത്, RTR 160. ഇത് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി എനിക്ക്. അപ്പം അത് കുറേ എണ്ണമുണ്ട്, എഡ്ജ് മോഡൽസ്. ആൻഡ് കുറേ പേര് ഫ്രണ്ട്സായി ഇതിൻ്റെ അകത്ത്. നമ്മുടെ പിറ്റോ സാർ അകത്തുണ്ടായിരുന്നു. ടീഷർട്ടും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യണം, അതിൻ്റെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. രണ്ട് 63 ഫ്രണ്ടിലോട്ട് പോരാ സാറേ, അത് ബാക്കിയുള്ളത് പുറകോട്ട് ഫോളോ അപ്പ് ചെയ്ത് പോട്ടെ. വേറെ ആരാണ്ടോ ഇനിയും? 2 ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വണ്ടിയെ കയറാം, നമുക്ക് മുന്നിൽ കൂടെ പോയി കയറാം. അത്യാവശ്യം ഒത്തിരി റൈഡേഴ്സും കാര്യങ്ങളുണ്ട്. പിറ്റോ സാറാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. 63 ഫ്രണ്ടിൽ പോവും, പുറകെ നമ്മൾ പോകുന്നുള്ള രീതിക്കാണ് കേട്ടോ. സോ നമ്മുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അല്ല, ഇവിടെ പറഞ്ഞടാ, ക്യാമറ പറഞ്ഞടാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ റൈഡ് ബാക്കിൽ കയറിയിട്ടുണ്ട്. അപ്പം ലൈനപ്പ് ആകട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈനപ്പ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് പോകാനുള്ള പ്ലാനിലാണ്. അപ്പം കണ്ടല്ലോ, പുറയിൽ അത്യാവശ്യം ലൈനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ TVS AOG റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്.
ആദ്യത്തെ ഡെസ്റ്റിനേഷനായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് ഒന്ന് മുന്നോട്ട് കയറി വന്നു. അപ്പോൾ നമ്മളൊന്ന് തിരിക്കും കേട്ടോ. അപ്പം നമ്മളിപ്പം പറ്റുവാണെങ്കിൽ ഞാൻ ബൈക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടല്ലോ അത്യാവശ്യം ഇത്രയും വണ്ടികളുണ്ട്. അപ്പം നമ്മൾ പുറത്തുണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ വണ്ടി. വെറുതെ കാറുകാർക്ക് ശല്യമാകണ്ടെന്ന് വെച്ചു. കണ്ടോ 20ഓളം വണ്ടികൾ ഉണ്ട്. ആൻഡ് നമ്മുടെ 160 മുതൽ 3 ടൺ വരെയുള്ള എല്ലാ ലൈനപ്പും ഉണ്ട്. ഇത് സാറേ കണ്ടക്ട് ചെയ്തതിന് വളരെ എന്നാ പറയണ്ടേ, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇതുപോലെ റൈഡ്സ് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വട്ടം 40 വണ്ടി ആക്കണം വെക്കണം. പരിചയമായി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കറിയൊക്കെ കേട്ടോ. എനിക്ക് അപ്പം പറഞ്ഞ അപ്പവും മുട്ടക്കറിയും വന്നിട്ടുണ്ട്. ആൻഡ് ദോശയുണ്ട് കുറച്ച് പേർക്ക്. മുട്ട അവന് വെജിറ്റേറിയൻ തഴഞ്ഞവനെ, വെജിറ്റേറിയൻ തഴഞ്ഞവന് ഫുഡില്ലാത്ത. സോ ഗൈസ്, അപ്പം ഇവിടുന്ന് നമ്മൾ തിരിക്കുവാണ്. അതിൻ്റെ അടുത്ത നമ്മുടെ പരിപാടി കണ്ടല്ലോ, നമ്മൾ പക്ക സെറ്റാണ്. നമ്മുടെ അടുത്ത പരിപാടി ഇനിയും ഒരു സ്പീഡ് ബോട്ട് റൈഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ വണ്ടിയിലോട്ട് പോയിട്ട് അവിടെ ഒരു പാർക്ക് ചെയ്യുന്നു. ഒരു സ്പീഡ് ബോട്ട് റൈഡൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ കണ്ടക്ട് ചെയ്തിട്ടാണ്. സോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ നമ്മൾ തണ്ണിമുക്കം ബണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടികൾ എല്ലാം പാലത്തിലോട്ട് എൻ്റർ ചെയ്തു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ടല്ലോ, വ്യൂ ഒന്നും ഒരു രക്ഷയില്ല. അപ്പം അടുത്ത ഇനിയെന്ന് പറഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഒരെണ്ണം ഇടത്തുണ്ട്, അവിടെ കൊണ്ട് വണ്ടി വെക്കുന്നു. സ്പീഡ് ബോട്ടിങ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിറ്റോ സാറ് പറയുന്നുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യും. കുറേ കാര്യങ്ങളുണ്ട് കാണിക്കാനായിട്ട്. എൻ്റെ ചാർജ് എത്ര നേരം നിൽക്കുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്. സോ മാക്സിമം കാണിക്കാൻ അത്ര കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് പൊളിയായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ സോ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ബണ്ടിലെത്തി. ഉണ്ടല്ലോ അങ്ങനെ എല്ലാ വണ്ടികളും ലൈനപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് രക്ഷയില്ലാത്തതുകൊണ്ട് നോക്കാം. നമ്മുടെ സയതായിരിക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന നമ്മുടെ സ്പീഡ് ബോട്ടിങ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ വിട്ടേക്കാൻ പോവാണ്. എന്തരാവോ എന്തോ. അല്ല, ഇവിടെ നീന്താൻ അറിയാത്ത ആരെല്ലാം ഉണ്ടോടാ? എടാ, നീന്താൻ അറിയാവുന്ന ആരെല്ലാം ഉണ്ടോടാ? എന്നെ കൂടെ നോക്കിയോടാ. ഓ ഓക്കെ ഗായ്സ്, നമ്മൾ കയറിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, നമ്മുടെ വ്ലോഗിൽ വന്നു. നൈസായിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഡ്രൈവറില്ല ഗായ്സ്, ആ ബോട്ടിന് ഡ്രൈവറില്ല, ഡ്രൈവർ ഫ്രണ്ടിൽ കയറി പതുക്കെ ബോട്ടിന് സ്പീഡ് കൂടുതൽ. ഇറങ്ങിക്ക് വരത്തില്ലേ, ക്യാമറ എല്ലാം വെള്ളത്തിൽ. നെക്സ്റ്റ് ടൈം കാണാം. അടുത്ത റൈഡിന് ഉറപ്പായിട്ട് വരണം. സപ്പോർട്ട് ചെയ്തിട്ട് നന്ദി. വണ്ടി നേരത്തെ ഇറക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വർഷങ്ങൾക്ക് ശേഷം കോളേജ് ക്യാമ്പസിലോട്ട് പോയ ഒരു ഫീല് പോലെയായിരുന്നു കഴിഞ്ഞൊരു 3-4 മണിക്കൂർ എന്നുള്ളത്. ഭയങ്കര സുഖമുള്ളൊരു കാര്യമല്ലേ.
നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം നടന്ന് കൂടുതൽ ഇതുകൊണ്ട് സ്ട്രോങ് ആവുകയുള്ളൂ. ഉറപ്പായിട്ടും. റൈറ്റ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമ്മൾ കരിക്ക് കുടിക്കാണ്ട് ചവിട്ടിയതാട്ടോ. കുറേ വണ്ടികൾക്ക് അപ്പുറം ഇരിപ്പുണ്ട്, കുറേ വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനി എല്ലാവരും തിരിച്ച് പോവാം. ഇവിടുന്ന് കരിക്ക് കുടിക്കുന്നു, എല്ലാവരും സെൻഡ് ഓഫ് പറഞ്ഞ് പോകുന്നു, അതേ ഉള്ളൂ പരിപാടി. ഇനിയിപ്പം ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വണ്ടി ഒരെണ്ണം കാണിച്ചു തരാം. നമ്മുടെ TVS സെൽഫ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ രാത്രി ഇട്ടാൽ നമ്മുടെ എല്ലാവരും ചോദിച്ച സാധനം കണ്ടല്ലോ. കീർ വണ്ടി, ഷോറൂമിലെ വണ്ടികൾ ഒരു രക്ഷയില്ല, റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ. അപ്പം ഇതൊന്ന് ചോദിച്ചു നോക്കണം എന്നാണല്ലോ. ഞങ്ങൾ അവർ നോക്കാം, പറ്റാതെ എടുക്കാം. ആൻഡ് ബാക്കിയുള്ള RTR എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട്. ഇവിടുത്തെ 1-2 മാക്സിമം ഇപ്പം നോക്കുവാണെങ്കിൽ അത് വെച്ച് ബാക്കി മൊത്തം RTR 200 അതായത് ഇത്രയും 200 ഉണ്ടാകും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറേ നമ്മുടെ എന്നാ പറയുക ക്രഷ് വീണ 160 നമ്മുടെ സാഹചര്യപ്പുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ RTR ഓണേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തടുത്ത് ഇതുപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വലിയ വിഷയം.